ഹായ് ഫ്രണ്ട്സ്, ഗ്ലോറിയസ് ലവ് മലയാളം ടിപ്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കലത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 240 ഗ്രാം പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു കഴുകി വൃത്തിയാക്കി ഒരു 4 മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കാം. ഇപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ പച്ചരി ഇവിടെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലോട്ട് നമുക്കിനി 2 ടീസ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂണ് തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 ഏലക്കായും ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. ഈ സമയം തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഇതൊരു 200 ഗ്രാം ശർക്കരയുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ശർക്കര പാനി ചൂടോട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ആ ശർക്കര പാനി അങ്ങ് അരിച്ചൊഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നമ്മുടെ കലത്തപ്പത്തിന് ആ ആരി വെച്ച ആ രീതിയിൽ കിട്ടത്തുള്ളൂ. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കട്ടയെല്ലാം ഉണ്ടെങ്കിൽ ഉടച്ച് കലക്കിയെടുക്കും. നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എള്ള് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ജീരകം പൊടിച്ചത് അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ കലത്തപ്പം ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. ആദ്യം തന്നെ നമുക്ക് കുക്കറിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കാം. ഈ ഒരു 10 ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചുവന്നുള്ളി ചേർക്കുന്നത് ഒരു നല്ല ടേസ്റ്റാണ്. ഈ നെയ്ക്കകത്ത് വഴറ്റിയെടുത്ത് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ മൂപ്പിച്ചത് നമുക്ക് കുറച്ച് ഇതിനകത്തോട്ടിട്ട് ഇളക്കി കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി കുക്കറിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നല്ല ഒരു ടേസ്റ്റാണ്. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എല്ലായിടും എണ്ണയൊന്നും ആകട്ടെ. നല്ല ചൂടായ കുക്കറിലോട്ടേ നമ്മൾ ഈ മാവ് ഒഴിക്കാവുള്ളൂ. അങ്ങനെ ഒഴിച്ചാലേ നമുക്ക് കുക്കറപ്പം ശരിക്ക് നല്ല നടുവെല്ലാം പൊങ്ങി നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
ഇനി വെയിറ്റ് ഇടാതെ കുക്കർ അടച്ച് വെച്ച് ഒരു 7 മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സിമ്മിലിട്ട് ഇത് കുക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ പിന്നെ ഇത് കരിഞ്ഞു പോകും. ഇതിന് നമുക്ക് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ കലത്തപ്പം ഇവിടെ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുമല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.